ഇപ്പോൾ എനിക്കെതിരായിട്ട് പാർട്ടി നടപടിയെടുത്തു. നിങ്ങളെല്ലാവരും പല പല ചോദ്യങ്ങളുമായിട്ട് വന്നില്ലേ. എനിക്കെതിരായിട്ട് ഇന്നത്തെ കാലം വരെ ഒരു 10-18 വർഷക്കാലമായി പദവികളിൽ ഞാൻ ഈ പാർട്ടിയിലുണ്ട്. ഏതെങ്കിലും ഒരു കാലത്ത് നിങ്ങൾക്ക് എൻ്റെ വായിൽ നിന്ന് ഈ പാർട്ടിക്കെതിരായിട്ടൊരു വാക്ക് കിട്ടിയിട്ടുണ്ടോ? പാർട്ടി എന്തെല്ലാം പറയുന്നു അതെല്ലാം ചെയ്യും. ഈ കോൺഗ്രസിനുള്ളിലും ചെറിയ പ്രശ്നങ്ങളും എല്ലാ കാലത്തെ അപേക്ഷിച്ച് കുറവാണ് എങ്കിലും വിമത സ്ഥാനാർത്ഥികൾ വരുന്നു, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നഗരസഭയിൽ ഉൾപ്പെടെ ഉണ്ട്. അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യും? അല്ല, ഈ കോൺഗ്രസിനകത്ത് പ്രശ്നമെന്ന് പറയുന്നത് ഇപ്പം എല്ലാത്തിലും പ്രശ്നമെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളൊരു മാധ്യമങ്ങളുടെ ഒരു തിടുക്കം മാത്രമാണ്. പിന്നെ കോൺഗ്രസ് എന്ന് പറയുന്നത് മറ്റു പാർട്ടികളെക്കാൾ കൂടുതൽ ജനങ്ങളുമായി ബന്ധമുള്ള ധാരാളം നേതാക്കന്മാരുണ്ട്. ഇപ്പോൾ നിങ്ങൾ പറയണ്ടല്ലോ മുഖ്യമന്ത്രി തർക്കം. എന്തുകൊണ്ടാണ്? ജനങ്ങളുമായി ബന്ധമുള്ള ഒന്നിലേറെ നേതാക്കന്മാരുണ്ട്. ഇപ്പോൾ അപ്പുറത്താണെങ്കിൽ ആരുമില്ല, അപ്പോൾ പിന്നെ ഒരാൾ പാർട്ടി പറയുന്ന ഒരാൾ. ഇവിടെ അങ്ങനെയല്ല. ഇപ്പോൾ വാർഡ് എടുത്താൽ ഓരോ വാർഡിലും അത് തന്നെയാണ് ഞങ്ങളുടെ പോസിറ്റീവ്. മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസ് ദുർബലമായി എന്ന് കരുതിയിരുന്നിടത്തുനിന്ന് ഓരോ വാർഡിലും മത്സരിക്കാൻ അല്ലേ എത്ര സ്ഥാനാർത്ഥികളാണ് യോഗ്യരായിട്ടുള്ള ആളുകൾ, ജനങ്ങൾ പറയുന്ന സ്ഥാനാർത്ഥികൾ വരുന്നത്. അപ്പോൾ അതൊരു വളരെ പോസിറ്റീവാണ്. അങ്ങനെ ഒരു 53 വാർഡുള്ളൊരു മുനിസിപ്പാലിറ്റിയിൽ ആ തരത്തിലുള്ളൊരു വലിയ തർക്കം ഉണ്ടായിട്ടില്ല. പിന്നെ പലരുടെ പേര് വരും, അത് സ്വാഭാവികമുണ്ട്. ജനാധിപത്യ പ്രക്രിയയാണ്. ജനാധിപത്യ പ്രക്രിയയിൽ മത്സരിക്കാൻ എല്ലാവർക്കും അവകാശമുള്ള കാലത്ത് ഏതെങ്കിലുമൊക്കെ 1-2 തീരുമാനങ്ങളോട് വിയോജിപ്പുകൾ ഉണ്ടായേക്കാം. അതും ഞങ്ങൾ പരിഹരിച്ച് ഒറ്റക്കെട്ടായിട്ട് തന്നെ പോകാൻ പറ്റുന്ന കപ്പാസിറ്റിയുള്ള ലീഡർഷിപ്പ്, അത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വമായാലും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വമായാലും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളായാലും വളരെ കേപ്പബിളായിട്ടുള്ള ലീഡർഷിപ്പ് ഇവിടെയുണ്ട്. അതുകൊണ്ടൊരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ ബാക്കിയൊക്കെ കുറേയേറെ മാധ്യമങ്ങളുടെ വാർത്തയാണല്ലോ. ഇപ്പോൾ ഇന്നലെ തന്നെ നിങ്ങളുടെ 2 വാർത്ത ഞാൻ കണ്ടു. ഇതിപ്പോൾ കൊടുക്കുമല്ലോ എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ തന്നെ 2 വാർത്ത ഞാൻ കണ്ടു. ഒരു വാർത്തയിൽ എന്താണ് പറയുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താ കോൺഗ്രസ് ഈ കാര്യം, അയാൾ ആരാണ് കോൺഗ്രസിലെ കാര്യങ്ങൾ തീരുമാനിക്കാനും നിങ്ങളുടെ ഒരു വാർത്ത. കുറച്ച് കഴിയുമ്പോഴുള്ള വാർത്ത എന്താണ്? പണം വാങ്ങി സ്ഥാനാർത്ഥിത്വം ഞാൻ കൊടുത്തു. നിങ്ങളുടെ ഒരു വാർത്തയോട് നീതി പുലർത്തണം. കോൺഗ്രസ് നേതാവ് പറഞ്ഞതാണ്. ഏതെങ്കിലും ഒരു വാർത്തയോട് നീതി പുലർത്തണം. ഒന്നെങ്കിൽ പറയണം എനിക്ക് ഇതിനകത്തൊരു കാര്യമില്ല എന്ന് പറയണം, അല്ലെങ്കിൽ എല്ലാം തീരുമാനിക്കുന്നത് ഞാനാണെന്ന് പറയണം. 2 വാർത്തകൾ നിങ്ങൾ തന്നെ കൊടുക്കുമ്പോൾ ഞാനത് വ്യക്തിപരമായ പ്രയാസം പറയുകയല്ല, വിയോജിപ്പ് പറയുകയല്ല, നിങ്ങളുടെ ക്രെഡിബിലിറ്റിയാണ് ജനങ്ങൾ വിലയിരുത്തുക. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വലിയ തർക്കവുമില്ല. കാരണം ഇത്രയേറെ സ്ഥാനാർത്ഥികൾ പാലക്കാട് നിയോജകമണ്ഡലം മാത്രം നിങ്ങൾ എടുത്തു നോക്കൂ. പാലക്കാട് നിയോജകമണ്ഡലം മാത്രം എടുക്കുമ്പോൾ UDF 100-ലേറെ സ്ഥാനാർത്ഥികളെ പ്ലേസ് ചെയ്യേണ്ടുന്ന സാഹചര്യമുണ്ട്. ആ സാഹചര്യം ഉണ്ടായിട്ട് അതിന് ആനുപാതികമായി ഒരു തർക്കവും പ്രയാസമില്ല. അപ്പുറത്ത് നിങ്ങൾ നോക്കൂ. നിങ്ങൾ ഒരു കാലത്ത് CPM വലിയ കോട്ടയായിരുന്ന മാത്തൂരിലെ CPM-നകത്തെ തമ്മിലടി നിങ്ങൾ നോക്കൂ. കണ്ണാടി പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്ന ആൾ പാർട്ടി വിട്ട് മത്സരിക്കാൻ മുന്നോട്ട് വന്നിരിക്കുകയാണ്. കണ്ണാടി പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്ന ആൾ കണ്ണാടി CPM കുത്തകയാണെന്നാണ് പറയുന്നത്. അവിടുത്തെ തർക്കം നോക്കൂ. ഇനി നിങ്ങൾ മുനിസിപ്പാലിറ്റി എടുത്ത് നോക്കൂ. അപ്പം ഇപ്പോൾ നേതാക്കന്മാർ ഇടപെട്ട് മാറ്റി പറയുമോ ഇല്ലെന്ന് അറിയില്ല. ഈ നഗരസഭയ്ക്ക് നേതൃത്വം കൊടുത്തിരുന്ന ആൾ പറയുകയാണ്, എൻ്റെ വാർഡിൽ പോലും സ്ഥാനാർത്ഥിയെ നിർത്തുന്ന കാര്യത്തിൽ എന്നോട് ചോദിച്ചിട്ടില്ല, തർക്കം പറയുകയാണ്. ഈ നഗരസഭയുടെ ഉപാധ്യക്ഷനായിരുന്ന ആൾ മത്സരിക്കാൻ ചെല്ലുന്ന വാർഡിൽ ഞങ്ങൾ പിന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ട് അവരുടെ പാർട്ടിയിൽ നിന്ന് തന്നെ വേറൊരു മൂവ്മെൻറ്റ് നടക്കുകയാണ്. അപ്പോൾ ആ വലിയ തർക്കങ്ങൾ നടക്കുമ്പോൾ കോൺഗ്രസിനകത്ത് എന്ത് പ്രശ്നം ഉണ്ടാകുന്നത്? ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. ഇപ്പോൾ പിന്നീട് ഉയരുന്നൊരു ചോദ്യം, ഈ സസ്പെൻഷനിലിരിക്കുന്ന രാഹുൽ എങ്ങനെയാണ് ഈ പാർട്ടിയുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത് എന്നുള്ളതാണ്. അതിൽ താങ്കൾ അന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ സസ്പെൻഷൻ പിൻവലിക്കുന്നതും കാര്യങ്ങളൊക്കെ ഉടൻ ഉണ്ടാവുമോ? അല്ല, ഞാനാണെങ്കിൽ പാർട്ടിയുടെ കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നുള്ളത് അത് സസ്പെൻഷൻ പീരീഡിൽ ഒരു കോൺഗ്രസ് അനുഭാവി എങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത് ആ പാർട്ടിയുടെ, ഞാൻ എല്ലാ കാലത്തും പാർട്ടിയാണ്, എല്ലാ കാലത്തും. അത് ജനപ്രതിനിധി ആയാലും ജനപ്രതിനിധി അല്ലാതിരിക്കുന്ന കാലത്തും എല്ലാം ഞാൻ പാർട്ടിയാണ്. പാർട്ടി എന്നോട് എന്തു പറയുന്നു, എന്ത് പറഞ്ഞാലും അത് ഇപ്പോൾ എനിക്കെതിരായിട്ട് പാർട്ടി നടപടിയെടുത്തു. നിങ്ങളെല്ലാവരും പല പല ചോദ്യങ്ങളുമായിട്ട് വന്നില്ലേ. എനിക്കെതിരായിട്ട് ഇന്നത്തെ കാലം വരെ ഒരു 10-18 വർഷക്കാലമായി പദവികളിൽ ഞാൻ ഈ പാർട്ടിയിലുണ്ട്. ഏതെങ്കിലും ഒരു കാലത്ത് നിങ്ങൾക്ക് എൻ്റെ വായിൽ നിന്ന് ഈ പാർട്ടിക്കെതിരായിട്ടൊരു വാക്ക് കിട്ടിയിട്ടുണ്ടോ? പാർട്ടി എന്തെല്ലാം പറയുന്നു അതെല്ലാം ചെയ്യും. പാർട്ടി സസ്പെൻഷൻ പീരീഡിൽ എന്നോട് എന്തെല്ലാം കാര്യങ്ങളാണോ, ഒരു സസ്പെൻഷനിലുള്ള ആൾ എന്തെല്ലാം കാര്യങ്ങളാണോ ചെയ്യേണ്ടത് ആ പരിധിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയെ ജയിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണെന്നേ. ഞാനൊരു ജനപ്രതിനിധിയാണ്. ആ ജനപ്രതിനിധി എന്ന നിലയിൽ എൻ്റെ തെരഞ്ഞെടുപ്പിൽ, ഇപ്പോൾ ഇവരെല്ലാം എൻ്റെ തെരഞ്ഞെടുപ്പിൽ എന്നെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട്, അത് എന്നോടുള്ള ദീർഘകാലത്തെ വ്യക്തിബന്ധം കൊണ്ടല്ലല്ലോ. ഇപ്പം ഞാൻ പാലക്കാട് വന്ന് മത്സരിക്കുമ്പോൾ എന്നെ നേരിട്ട് അറിയുക പോലും ചെയ്യാത്ത കോൺഗ്രസ് പ്രവർത്തകർ, എൻ്റെ UDF പ്രവർത്തകർ, ലീഗിൻ്റെ പ്രവർത്തകർ, മറ്റ് പല പാർട്ടികളുടെ പ്രവർത്തകർ UDF എന്നെ ജയിപ്പിക്കാൻ ഇറങ്ങുന്നത് എന്നോടുള്ള വ്യക്തിബന്ധത്തിൻ്റെ പേരിലല്ല, മുന്നണി ജയിക്കാൻ, പാർട്ടി ജയിക്കാൻ. ആ ആളുകൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അവർക്ക് എന്തെല്ലാം രീതിയിൽ അവരെ ജയിപ്പിക്കാൻ ചെയ്യാൻ പറ്റുന്ന പണി മുഴുവൻ ഞാൻ ചെയ്യും. അതിൽ മാധ്യമങ്ങൾ എന്തെല്ലാം കുത്തിയിളക്കാൻ നിന്നാലും അതിൽ ഞാൻ 1 ഇഞ്ച് പുറകോട്ട് പോരത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എത്ര വാർത്ത വേണേലും കൊടുത്തു,
എത്ര വാർത്ത വേണേലും കൊടുത്തു. എത്ര വാർത്ത കൊടുത്താലും UDFിൻ്റെ ഒരു പ്രവർത്തകൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അയാളുടെ ജയത്തിന് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ ചെയ്യും. എത്ര വാർത്ത വന്നാലും ചെയ്യും. ഈ മറ്റൊന്ന് വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ പ്രതിഷേധങ്ങളൊക്കെ അവസാനിച്ചു. ഇപ്പോൾ ഈ ആളുകളിലേക്ക് ഇറങ്ങുമ്പോൾ ആളുകളുടെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ്? അത് നിങ്ങളാണ് പറയേണ്ടത്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ജനങ്ങൾക്ക് എല്ലാത്തിനെ പറ്റിയും നല്ല ബോധ്യങ്ങളുണ്ട്, തിരിച്ചറിവുള്ളവരാണ്. ഞാൻ പറയുന്നതും നിങ്ങൾ പറയുന്നതും ജനങ്ങളുടെ മുന്നിലുണ്ട്. അവർക്കറിയാം ഏത് ക്യാരി ചെയ്യണം, ഏത് ക്യാരി ചെയ്യേണ്ടതെന്ന്. ഞാൻ എത്ര പറഞ്ഞാലും, നിങ്ങൾ എത്ര പറഞ്ഞാലും ജനങ്ങൾ ക്യാരി ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ അവർ ക്യാരി ചെയ്യുകയുള്ളൂ. അത് അവർ തീരുമാനിച്ചോട്ടെ. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമാണ്. പാലക്കാട് നഗരസഭ ഉൾപ്പെടെ തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തിനായി താൻ പ്രവർത്തിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.